നമസ്കാരം, എല്ലാവർക്കും 10ാം ക്ലാസ്സിൻ്റെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്, പബ്ലിക് എക്സാമിന് 5 അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് പ്ലാനറ്ററി വിൻഡ്സ് ഓർ പെർമനൻറ്റ് വിൻഡ്സ്, അതും അല്ലെങ്കിൽ ഗ്ലോബൽ വിൻഡ്സ്. ഈ 3 പേരുകൾ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്ലാനറ്ററി വിൻഡ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്ലാനറ്ററി വിൻഡ്സ് എന്ന്. ആ പേരിൽ നിന്ന് നമുക്ക് എന്താണ് പ്ലാനറ്ററി വിൻഡ്സ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ, പ്ലാനറ്ററി വിൻഡ്സിൻ്റെ മറ്റ് 2 പേരുകൾ. ഒന്ന് പെർമനൻ്റ് വിൻഡ് എന്നാണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമാണ്. എന്താണ് പെർമനൻ്റ്? ഡയറക്ഷൻ ആൻഡ് സ്പീഡ്. കാറ്റിൻ്റെ ഡയറക്ഷനും സ്പീഡും വർഷം മുഴുവൻ ഒരുപോലെ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പെർമനൻ്റ് വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഗ്ലോബൽ വിൻഡ്. ഗ്ലോബൽ വിൻഡ് എന്നതിനെ വിളിക്കാനുള്ള കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ, നിങ്ങൾ നേരത്തെ പഠിച്ച ടോപ്പിക്കാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ. ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്ക് ഇടയിൽ വീശുന്ന കാറ്റുകളായതുകൊണ്ടാണ് നമ്മളിതിനെ ഗ്ലോബൽ വിൻഡ്സ് എന്നും വിളിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബൽ വിൻഡ്സ് അല്ലെങ്കിൽ പെർമനൻ്റ് വിൻഡ്സ്, അതുമല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ്, ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത്, ദർ ആർ 3 ടൈപ്സ് ഓഫ് പെർമനൻറ്റ് വിൻഡ്സ്. പെർമനൻറ്റ് വിൻഡ്സ് 3 തരത്തിലാണുള്ളത്. നമ്പർ 1 ട്രേഡ് വിൻഡ്സ്, നമ്പർ 2 വെസ്റ്റേർലീസ്, ആൻഡ് നമ്പർ 3 പോളാർ ഈസ്റ്റേർലീസ്. ഇപ്പോൾ ഈ ടോപ്പിക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം. 0 ഡിഗ്രി ഇക്വേറ്റർ റീജിയൻ ആണെന്നറിയാം. 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അതുപോലെ തന്നെ 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തും സബ് പോളാർ റീജിയൻ ആണ്. ദെൻ 90 ഡിഗ്രി നോർത്ത് ആൻഡ് 90 ഡിഗ്രി സൗത്ത് പോളാർ റീജിയൻ ആണ്. അതോടൊപ്പം ഇത് ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ, ഈ കാര്യം കൂടി നമുക്കൊന്ന് അറിയണം. ഇക്വേറ്റർ റീജിയൻ ലോ പ്രഷർ റീജിയൻ ആണ്. സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ഹൈ പ്രഷർ റീജിയൻസ് ആണ്. സബ് പോളാർ റീജിയൻസ് ലോ പ്രഷർ റീജിയൻസ് ആണ്. അതുപോലെ പോളാർ റീജിയൻസ് ഹൈ പ്രഷർ റീജിയൻസ് ആണ്. അപ്പം നമുക്ക് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ വിൻഡ് എന്താണെന്നുള്ള കൺസെപ്റ്റ് കൂടി നമുക്ക് അറിയണം. വിൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിയണം. വിൻഡ്, കാറ്റ് എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം മൂവ്മെൻറ്റ് ഓഫ് എയറിൻ്റെ മൂവ്മെൻ്റ് ആണ്. പക്ഷേ എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ള കാര്യം കൂടി നമുക്കറിയണം. ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. എപ്പോഴും പ്രഷർ കൂടിയ ഭാഗത്തുനിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് കാറ്റ് വരും. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ബേസിക് ഐഡിയ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്ക് മാത്രമേ കാറ്റ് വരൂ. എവിടെ നിന്ന് എങ്ങോട്ട് വരില്ല? ലോ പ്രഷർ ടു ഹൈ പ്രഷർ, ഇക്വേറ്ററിൽ നിന്ന് സബ് ട്രോപ്പിക്കലിലേക്ക് കാറ്റ് വരില്ല. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാം, ഈ ഒരു തീം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ടത്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ അത് കൃത്യമായിട്ട് അറിയുക. ഓരോ ബെൽറ്റും ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ അത് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന ടോപ്പിക്കിൽ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേ ഉണ്ടാവുള്ളൂ? ഹൈ പ്രഷർ ടു ലോ പ്രഷറേ ഉണ്ടാവുള്ളൂ. ഇത് ബേസിക് ഐഡിയ. ഇനി ദർ ആർ 3 ടൈപ്സ് ഓഫ് പ്ലാനറ്ററി വിൻഡ്സ്. ആ പേരുകൾ നമുക്കൊന്ന് ബൈഹാർട്ട് ചെയ്യാം. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ്. സ്റ്റാർട്ടിങ് ഫ്രം ട്രേഡ് വിൻഡ്സ്. നമ്മൾ ഈ ഒരു പിക്ചറൈസേഷൻ നമ്മൾ പിക്ചർ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് എന്താണ് വിൻഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ട്രേഡ് വിൻഡ്സ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കറക്റ്റ് സെൻട്രൽ ഏരിയസിലാണ്. സെൻട്രൽ ഏരിയ നമുക്കറിയാം, ഏറ്റവും സെൻട്രലിൽ 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്. ദെൻ 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ ആണ്. അപ്പം ഏതിനിടയിലാണ് ട്രേഡ് വിൻഡ്സ് വരുന്നത്? ഇക്വേറ്ററിനും സബ് ട്രോപ്പിക്കലിനും ഇടയിലാണ്. അത് നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും ഈ എല്ലാ വിൻഡും നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ടെങ്കിലും എന്താണ് വിൻഡ് എന്ന് ചോദിച്ചാൽ രണ്ടും സെയിം ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത് എന്തിനിടയിലാണ്? ഇക്വേറ്ററിനും സബ് ട്രോപ്പിക്കലിനും ഇടയിലാണ്. അതുപോലെ വെസ്റ്റേർലീസ് എന്ന് ചോദിച്ചാൽ ഇതിനിടയിലാണ്? സബ് ട്രോപ്പിക്കലിനും സബ് പോളാറിനും ഇടയിലാണ്. പോളാർ ഈസ്റ്റേർലീസ് ആണെങ്കിലോ സബ് പോളാറിനും പോളാറിനും ഇടയിലാണ്. ഇപ്പോൾ സിമ്പിളായി നമുക്ക് നോക്കാം. ട്രേഡ് വിൻഡ്സ്. ട്രേഡ് വിൻഡ്സ് ആർ ദ പെർമനൻറ്റ് വിൻഡ്സ് വിച്ച് ഫ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഒരൊറ്റ സെൻറ്റൻസ് മാത്രം, സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് മാത്രം നമുക്ക് 3 വിൻഡോ ഒന്ന് പഠിക്കാം. ഇപ്പോൾ ട്രേഡ് വിൻഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം സബ് ട്രോപ്പിക്കൽ ടു ഇക്വേറ്റർ. വെസ്റ്റേർലീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, എവിടെയാണ് ഹൈ പ്രഷർ വരുന്നത്? സബ് ട്രോപ്പിക്കലാണ്. സബ് പോളാർ ലോ പ്രഷർ ആണ്. ദെർഫോർ ഫ്രം സബ് ട്രോപ്പിക്കൽ ടു സബ് പോളാർ വെസ്റ്റേർലീസ് ആണ്.
ഇനി പോളാർ ഈസ്റ്റേർലീസ്. പോളാർ ഈസ്റ്റേർലീസിൻ്റെ ഹൈ പ്രഷർ എന്ന് പറയുന്നത് പോളാർ റീജിയൻ നോർത്തിലാണ് വരുന്നത്. ഫ്രം പോളാർ റീജിയൻ ടു സബ് പോളാർ റീജിയൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രേഡ് വിൻസ് സബ് ട്രോപ്പിക്കൽ ടു ഇക്വേറ്റർ, വെസ്റ്റേർലീസ് സബ് ട്രോപ്പിക്കൽ ടു സബ് പോളാർ, പോളാർ ഈസ്റ്റേർലീസ് പോളാർ ടു സബ് പോളാർ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഡയറക്ഷനാണ്. അപ്പോൾ കാറ്റുകളുടെ ഡയറക്ഷൻ കൃത്യമായിട്ട് പഠിക്കുന്നതിന് മുൻപായിട്ട് ഡയറക്ഷൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡയറക്ഷൻ എങ്ങനെ നോക്കാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒരു പ്ലസ് സിമ്പിൾ നമ്മളിടാം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡയറക്ഷൻ തന്നെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നമുക്ക് ഇവിടെ വേണ്ട ഡയറക്ഷൻ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഇത് വരുന്ന ഏതിനിടയിലാണ്? നോർത്തിനും ഈസ്റ്റിനും ഇടയിലാണ്. ദെയർഫോർ ദിസ് ഡിറക്ഷൻ ഈസ് നോൺ ആസ് നോർത്ത് ഈസ്റ്റ് ഡിറക്ഷൻ. ഇതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഉള്ളിലേക്ക് വരച്ചാൽ മതി. ഇവിടെയാണെങ്കിൽ അത് നോർത്തിനും വെസ്റ്റിനും ഇടയിലാണ്. ദെയർഫോർ ഇറ്റ് ഈസ് നോർത്ത് വെസ്റ്റ്. ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അത് സൗത്തിനും വെസ്റ്റിനും ഇടയിലാണ്. ദെയർഫോർ സൗത്ത് വെസ്റ്റ്. ഇവിടെയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ ഡയറക്ഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വരയ്ക്കാൻ പറഞ്ഞാൽ വര നമുക്ക് ഈ രൂപത്തിൽ വരണം എന്ന് ഓർത്താൽ മതി. നിങ്ങളുടെ പേപ്പർ ഏതാണോ ആ പേപ്പറിൻ്റെ മുകൾ ഭാഗം നോർത്താണ്, താഴെ ഭാഗം സൗത്ത് ആണെന്നുള്ളതും അതുപോലെ തന്നെ ഈസ്റ്റ് ഏതാണ് വെസ്റ്റ് ഏതാണെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിൻ്റെ സൈഡിൽ ചെറുതാക്കിയിട്ട് ഇതൊന്ന് വരച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഡയറക്ഷനിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഫ്രം ടു പഠിച്ചു കഴിഞ്ഞു. ഓരോ വിൻഡുകളും എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ട്രേഡ് വിൻഡ് സബ് ട്രോപ്പിക്കൽ ടു ഇക്വേറ്റർ, വെസ്റ്റേർലീസ് സബ് ട്രോപ്പിക്കൽ ടു സബ് പോളാർ, പോളാർ ഈസ്റ്റേർലീസ് ആണെങ്കിൽ പോളാർ ടു സബ് പോളാർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രം ടു വരുന്നത് നമ്മൾ പറഞ്ഞു? ഹൈ പ്രഷർ ടു ലോ പ്രഷറെ കാറ്റ് വരും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഡയറക്ഷനാണ് വേണ്ടത്. ഡയറക്ഷൻ പഠിക്കാൻ ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം ബൈ ഹാർട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ നമുക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ നോക്കാം. അപ്പം ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്, ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യാപാരമാണ്, വാണിജ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഈ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പലിൽ പോകുന്ന സമയത്ത് അതിന് സഹായകരമായിട്ടുള്ള കാറ്റായിരുന്നു ഈ ട്രേഡ് വിൻസ്. അതുകൊണ്ടാണ് ട്രേഡ് വിൻസിന് ആ പേര് വന്നിട്ടുള്ളത്. ഇനി ഡയറക്ഷൻ നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെസ്റ്റേർലീസിന് വെസ്റ്റ് എന്ന ഡയറക്ഷൻ നമുക്ക് അതിലുണ്ട്. അതുപോലെ പോളാർ ഈസ്റ്റേർലീസിന് ഈസ്റ്റ് ഡയറക്ഷനും അവിടെ ഉണ്ട്. ഒറ്റ കാര്യം പറയാം, വെസ്റ്റേർലീസ് മാത്രമേ വെസ്റ്റ് ഡയറക്ഷനിൽ കാറ്റ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഈസ്റ്റിലാണ്. അപ്പം നോർത്താണോ സൗത്താണോ എന്ന് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഈസ്റ്റാണോ വെസ്റ്റാണോ നമുക്ക് ആദ്യം നോക്കാം. പോളാർ ഈസ്റ്റേർലീസ് ആ പേരുണ്ട്, അത് ഈസ്റ്റേർലിയാണ്. വെസ്റ്റേർലീസിൽ വെസ്റ്റ് എന്ന പേരുണ്ട്, അത് വെസ്റ്റ് ഡയറക്ഷൻ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു വെസ്റ്റേർലി മാത്രമേ വെസ്റ്റ് നിന്ന് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഈസ്റ്റാണ്. അതുകൊണ്ട് ട്രേഡ് വിൻഡും ഈസ്റ്റേൺ ഡയറക്ഷനിലാണ്. ട്രേഡ് വിൻഡ് ഈസ്റ്റേൺ ഡയറക്ഷനിലാണ്. വെസ്റ്റേർലീസ് വെസ്റ്റാണ്, പോളാർ ഈസ്റ്റേർലീസ് ഈസ്റ്റാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് നോർത്താണോ സൗത്താണോ. അപ്പോൾ ഓരോന്നും ഇത് നോർത്ത് ഈസ്റ്റ് ആണോ സൗത്ത് ഈസ്റ്റ് ആണോ, ഇത് നോർത്ത് വെസ്റ്റ് ആണോ സൗത്ത് വെസ്റ്റ് ആണോ, അത് പഠിക്കാനുള്ള വഴി നമ്മൾ എവിടെയാണോ ഈ കാറ്റ് വരുന്നത് ഇതിൽ ഹൈ പ്രഷർ എവിടെയാണെന്ന് നോക്കിയാൽ മതി. നമുക്ക് ആദ്യം ട്രേഡ് വിൻഡ് നോക്കാം. ട്രേഡ് വിൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കൂ, ഇക്വേറ്റർ എന്ന് പറയുന്നത് താഴെയും സബ് ട്രോപ്പിക്കൽ മുകളിലുമാണ്. സബ് ട്രോപ്പിക്കലാണ് ഹൈ പ്രഷർ. ഹൈ പ്രഷർ വരുന്നത് എവിടെയാണ്? നോർത്തിലാണ്. അതുകൊണ്ട് ഇത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോർത്ത് ആവാനുള്ള കാരണം ഇതാണ് ഹൈ പ്രഷർ, ഇത് ലോ പ്രഷർ. ഹൈ പ്രഷർ മുകളിലാണ്. സദേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഹൈ പ്രഷർ വരുന്നത്. അപ്പോൾ ഹൈ പ്രഷർ താഴെയാണ്, ലോ പ്രഷർ മുകളിലാണ്. അപ്പോൾ താഴെ ആകുമ്പം സൗത്ത് ഈസ്റ്റ്. ഇനി ഇവിടെയാണ് വിൻഡ് വരുന്നതെങ്കിൽ ഇവിടെയാണ് ലോ പ്രഷർ വരിക. അപ്പോൾ ഹൈ പ്രഷർ നോർത്തിലാണ് വരുന്നത്, ഇപ്പോൾ നോർത്ത് വെസ്റ്റ്. ഇവിടേക്ക് വരുമ്പോഴോ ഹൈ പ്രഷർ എവിടെയാണ്? താഴെയാണ് വരുന്നത്, അപ്പോൾ അത് സൗത്ത് ഈസ്റ്റ് ആവും. ഇവിടേക്ക് നോക്കൂ, ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ലോ പ്രഷർ. അപ്പോൾ ഹൈ പ്രഷർ വരുന്നത് താഴെയാണ്, സൗത്ത്. ഇതിനിടയിലാണെങ്കിൽ ഹൈ പ്രഷർ വരുന്നത് മുകളിലാണ്. ദെർഫോർ ഇറ്റ് ഈസ് നോർത്ത്. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് കിട്ടി. ട്രേഡ് വിൻസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. വെസ്റ്റേർലീസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ, സദേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. പോളാർ ഈസ്റ്റേർലീസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഡയറക്ഷൻ കാണാതെ പഠിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഈസ്റ്റേർലീസും ട്രേഡ് വിൻസും
ഏകദേശം സെയിം ഡയറക്ഷനാണ് വരുന്നത്. വെസ്റ്റേർലീസിൽ മാത്രമേ ഡയറക്ഷൻ ചേഞ്ച് വരുന്നുള്ളൂ, വെസ്റ്റിലേക്ക് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഈസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ വിൻഡും എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്നും അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇത് വെച്ച് നമുക്ക് ആ 3 വിൻഡു ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ട്രേഡ് വിൻഡ്സ്. Trade winds are the planetary or permanent winds which blow from subtropical region to equator region. In the northern hemisphere, it is northeast direction, and in the southern hemisphere, it is southeast direction. അത്രയേ ഉള്ളൂ. അതുപോലെ വെസ്റ്റേർലീസ് are the permanent winds which blow from subtropical region to subpolar region. In the northern hemisphere, it is southwest direction, and in the southern hemisphere, it is northwest direction. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചിത്രം നോക്കിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാതെ പഠിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇത്രയും വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, പോളാർ ഈസ്റ്റേർലീസ്. പോളാർ ഈസ്റ്റേർലീസിനെ പോളാർ വിൻസ് എന്നും ഈസ്റ്റേർലീസ് എന്നും പറയാറുണ്ട്. രണ്ടും കൂടി ചേർത്താണ് ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് പോളാർ ഈസ്റ്റേർലീസ് ആർ ദ permanent winds which blow from polar high pressure region to subpolar low pressure region. Then direction, that is in the northern hemisphere it is northeast direction, and in southern hemisphere it is southeast direction. ഇത്രയാണ് നമുക്ക് വിൻഡിൻ്റെ ബേസിക് ആയ ഐഡിയാസ് വരുന്നുള്ളൂ. ഇനി എക്സ്ട്രാ കാര്യമായിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് വരുന്നത്. അതിലൊന്ന് ട്രേഡ് വിൻഡാണ്. ട്രേഡ് വിൻഡ് നമുക്കറിയാം, നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻഡ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്. സദേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്. ഓക്കെ, ഈ ട്രേഡ് വിൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് വേണം ഈ ആരോ മാർക്ക് കൂടി ചേർത്ത് കൊടുക്കാം അവിടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? അവിടെ നോക്കൂ, നോർത്ത് ഈസ്റ്റ് ഈ ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആരോ മാർക്കാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ വരയ്ക്കേണ്ടത്. ഞാനത് ഇവിടേക്ക് വരയ്ക്കുന്നു, ജസ്റ്റ് 2 വരെ വരയ്ക്കുന്നുള്ളൂ. നോർത്ത് ഈസ്റ്റ്. ഇവിടെയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ വരിക, സൗത്ത് ഈസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇതാ, ഈ ഒരു ആരോ മാർക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, ഈ ആരോ മാർക്ക് നോർത്ത് വെസ്റ്റ്. ഇനി പോളാർ ഈസ്റ്റേർലീസിന് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇതേ ഡയറക്ഷനാണ്. ഇവിടെ പോളാർ ഈസ്റ്റേർലീസ് സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതാ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ്റെ ആരോ മാർക്ക്. ഈ ആരോ മാർക്ക് തെറ്റാതെ എക്സാമിന് നമ്മൾ വരച്ചിരിക്കണം. ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലനേഷനിൽ പോവുക. അപ്പം അങ്ങനെയാകുമ്പോൾ നോക്കി നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി 2 കാര്യങ്ങൾ. ഒന്ന് ഇവിടെ ട്രേഡ് വിൻസിൻ്റെ കാര്യമാണ്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും മീറ്റ് ചെയ്യുന്നത് ഇക്വേറ്റർ റീജിയനിലാണ്. Therefore, this region, the equator region, is known as ITCZ, Intertropical Convergent Zone. Intertropical, tropical and tropical region converge ചെയ്യുന്ന zone, that is known as ITCZ. അപ്പോൾ ITCZ എന്ന് വിളിക്കുന്നത് ഇക്വേറ്റർ റീജിയൻ ആണ്. കാരണം നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഇക്വേറ്ററിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. ഇനി ഒരൊറ്റ കാര്യം കൂടി നമുക്കിതിൽ പഠിക്കാനുള്ളൂ. വെസ്റ്റേർലീസിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ പോയിൻ്റ് കൂടി വരുന്നുണ്ട്. കാരണം വെസ്റ്റേർലീസ് എന്ന് പറയുമ്പം ഈ ഒരു ഭാഗം, അത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഈ ഒരു ഭാഗം എടുക്കാം, സദേൺ ഹെമിസ്ഫിയറിലെ ഈ ഒരു ഭാഗം എടുത്താൽ നമ്മൾ വേൾഡ് മാപ്പോ അല്ലെങ്കിൽ ഗ്ലോബോ നോക്കിയാൽ കൂടുതലും രാജ്യങ്ങൾ വരുന്നത് ഏകദേശം ഈ ഒരു 30 ഡിഗ്രി സൗത്തിനും 60 ഡിഗ്രി നോർത്തിനും ഇടയിലായിട്ടാണ് വേൾഡിലെ ഭൂരിഭാഗം രാജ്യങ്ങളും വരുന്നത്. എന്ന് വെച്ചാൽ വെസ്റ്റേർലീസിൻ്റെ നോർത്തേൺ ഭാഗത്ത് രാജ്യങ്ങളുണ്ട്, അതേസമയം സദേൺ ഭാഗത്ത് ഈ ഒരു 30 ഡിഗ്രി സൗത്ത് ടു 60 ഡിഗ്രി സൗത്തിനിടയിൽ രാജ്യങ്ങൾ കുറവാണ്. അവിടെ കടലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കടൽ കൂടുതലാകുമ്പോൾ ഫ്രിക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് കാറ്റിൻ്റെ സ്പീഡ് കുറയുമെന്നും ഫ്രിക്ഷൻ കുറയുമ്പോൾ കാറ്റിൻ്റെ സ്പീഡ് കൂടുമെന്നും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കടലാണ്, അവിടെ ഫ്രിക്ഷൻ ഇല്ല അല്ലേ, ഫ്രിക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ കാറ്റ് വളരെയധികം സ്പീഡിൽ വരും. അതുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റേർലീസ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റേർലീസിനേക്കാൾ വളരെയധികം സ്പീഡിലാണ് വരുന്നത്.
ആ വരുന്ന സ്പീഡിൻ്റെ ബേസിൽ അവിടെ കാറ്റുകൾക്ക് ഓരോ പേരുകളുണ്ട്. ഇപ്പോൾ 30 ഡിഗ്രി സൗത്തിനും 60 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള വെസ്റ്റേർലീസിന് മാത്രമേ പേരുള്ളൂ. നോർത്തിലല്ല പേര്, സൗത്തിലാണ്. കാരണം സൗത്തിലാണ് കടൽ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ വ്യത്യസ്തമായ 3 പേരുകളിൽ വിളിക്കുന്നത്. ആ പേരുകൾ നമുക്ക് നോക്കാം. ഈ 30 to 60 ഇടയിൽ വരുന്ന 40 ഡിഗ്രി സൗത്ത്, അതുപോലെ 50 ഡിഗ്രി സൗത്ത്, അതുപോലെ 60 ഡിഗ്രി സൗത്ത്, ഇതിനിടയിൽ വരുന്ന പേരുകളാണ്. 40 ഡിഗ്രി സൗത്ത് റീജിയണിൽ വരുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് റോറിംഗ് 40s. റോറിംഗ് എന്ന് പറഞ്ഞാൽ അലറുക. നമ്മൾ സിംഹമൊക്കെ ഗർജിക്കുന്ന പറയാറുണ്ട്. ആ ഒരു ഇത് കാറ്റിൻ്റെ സ്പീഡ്, വേഗതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റോറിംഗ് 40s. 50s വരുന്ന 50 ഡിഗ്രി സൗത്താണ്, ശ്രദ്ധിക്കണം, നോർത്ത് എഴുതരുത്. സൗത്തിൽ വരുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫ്യൂറിയസ് 50s. നേരത്തെ റോറിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫ്യൂരിയസ് ആണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ കേട്ട് നിങ്ങൾ പരിചയമുണ്ട്. അപ്പോൾ അത് ഓർത്താൽ മതി, ഫ്യൂരിയസ് 50s. അതുപോലെ 60s വരുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ഷ്രീക്കിംഗ് 60s. സ്ക്രീമിംഗ് 60s എന്നും പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ടേം ഷ്രീക്കിംഗ് എന്നാണ്. അപ്പോൾ ആ വേടുകളും ഓർക്കുക. ഇത്രയേ ഉള്ളൂ. 40s വരുന്നത് റോറിംഗ് 40s, 50 ഡിഗ്രി സൗത്തിൽ വരുന്ന കാറ്റുകൾ ഫ്യൂറിയസ് 50s, 60 ഡിഗ്രി സൗത്തിൽ വരുന്ന കാറ്റുകൾ ഷ്രീക്കിംഗ് 60s. ഇതെല്ലാം ഈ സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റേഴ്സിൽ വരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. പ്ലാനറ്ററി വിൻഡ്സ് ഓർ പെർമനൻറ്റ് വിൻഡ് വിച്ച് ഈസ് നോൺ ആസ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്ക് ഇടയിൽ വരുന്ന കാറ്റുകൾ. ഈ പറഞ്ഞിരിക്കുന്ന പ്രഷർ ബെൽറ്റുകൾക്ക് ഇടയിൽ വരുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമനൻറ്റ് വിൻഡ് അല്ലെങ്കിൽ ഗ്ലോബൽ വിൻഡ്സ് എന്ന് വിളിക്കും. ദർ ആർ 3 പെർമനൻറ്റ് വിൻഡ്സ്: ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ്. ട്രേഡ് വിൻഡ്സ് ഓരോന്നും എവിടെ നിന്ന് എങ്ങോട്ടാണ്, ഡയറക്ഷൻ എന്താണ്, ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ, ട്രേഡ് വിൻഡ്സ്. Trade winds are the permanent winds which blow from subtropical region to equator region. In the northern hemisphere it is northeast direction and in the southern hemisphere it is southeast direction. ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ഈ ചിത്രം നോക്കിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചിത്രം വൃത്തിയായിട്ട് വരച്ച് വെച്ചാൽ അത് നോക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, വെസ്റ്റേർലീസ്. Westerlies are the permanent winds which blow from subtropical region to subpolar region. In the northern hemisphere it is southwest direction and in the southern hemisphere it is northwest direction. And the last one, polar easterlies. Polar easterlies are the permanent winds which blow from polar high pressure region to subpolar low pressure region. In the northern hemisphere it is northeast direction and in the southern hemisphere it is southeast direction. പിന്നെ 2 കാര്യങ്ങൾ, ITZZ ഒന്ന്, മറ്റൊന്ന് നമ്മുടെ 3 ക്ലാസിഫിക്കേഷൻ: റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ഇത്രയേ വരുന്നുള്ളൂ. സിമ്പിൾ ടോപ്പിക്ക് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.